ഞാൻ സദാചാരത്തിലും എത്തിക്സും ഒക്കെ വേണമെന്ന് വാദിക്കുന്ന ഒരു വലതുപക്ഷവാദിയാണ്. പക്ഷേ ഒരു സദാചാര ഗുണ്ടായിസം ആംഗിളിലേക്ക് പോരുത്. അതൊരു തരം ടൂളായി എടുത്ത് ഏതെങ്കിലും സ്ത്രീയെ സെക്ഷലി വിമർശിക്കുന്ന രീതിയിലും മോശമാക്കുന്ന രീതിയിലും ആവരുത്. ശരിയാണ്. അങ്ങ് ഈ കേസിന്റെ ഈ ഹർജി തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. ഒരു അധികാര കേന്ദ്രത്തിലേക്ക് ഒരു സ്ത്രീ എത്തുന്ന സമയത്തുണ്ടാകുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നതിനെ കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് തന്നെ ബോധ്യമുണ്ട് ഇതുകൊണ്ടാണ് എന്ന്. മാലാ പാർവതി എന്ന ഒരു മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ബാബുരാജ് ഇതിൽ നിന്ന് പിന്നാക്കം പോയതിനു ശേഷമാണ് ഈ പരാതികളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത്. ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തുകൊണ്ട് ഈ പരാതി ഈ സമയം എന്നുള്ളത്. ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന മനുഷ്യൻ സ്വയംഭൂവൊന്നുമല്ലല്ലോ. അയാൾക്ക് പിന്നിൽ ഈ ശ്വേതാ മേനോന് നേരെ നിൽക്കാൻ ആരെങ്കിലും ഒരു പ്രേരണയുണ്ടാവില്ലേ? നമുക്ക് അതിൻ്റെ കോൺസ്പിറസി തിയറീസ് അറിയില്ല. പക്ഷേ 2-3 കാര്യങ്ങൾ നമുക്ക് കൃത്യമായ ക്ലാരിറ്റി വേണം. ഞാൻ അമ്മയുടെ പഴയ ലീഡർഷിപ്പ് അല്ലെങ്കിൽ സിദ്ദിഖ് സാർ അടക്കമുള്ള ശ്രീ ഇടവേള ബാബു അടക്കമുള്ളവരുടെ ലീഡർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അവർക്ക് വേണ്ടി വളരെ വോക്കലായിട്ട് തന്നെ പല ചാനലിൽ വരുന്നിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു കാര്യം വരുമ്പോൾ 2 പക്ഷമില്ല. എനിക്ക് മാതൃഭൂമി ചർച്ചയിലെ സന്തോഷമുള്ളതാണ്. ഇത് 2 പക്ഷമുള്ളൊരു കാര്യമല്ല. ദർ ആർ നോ 2 സൈഡ്സ്. കാര്യം ഈ രീതിയിൽ അബ്സല്യൂട്ട്ലി അൺഅക്സെപ്റ്റബിൾ ആയ ഒരു കാര്യമാണ് മാർട്ടിൻ എന്ന് പറയുന്ന ഈ വ്യക്തി ചെയ്യുന്നത്. ശ്രീ നിഷാദിന് ഓർമ്മ കാണും, മാർട്ടിൻ ഒരു പേപ്പറിൽ ഈ ശ്വേതാ മേനോൻ ഒരു പേപ്പറിലെ ഇന്റർവ്യൂ കൊടുത്തു എന്ന് പറഞ്ഞു. മറ്റൊരു ചാനൽ ഞങ്ങൾ ഇരുന്നപ്പോൾ ഇടിക്കുറ്റി എന്നാണ് ആ പേപ്പറിന്റെ ഇടിക്കുറ്റി സായാഹ്ന പത്രം 1998 നമുക്ക് വായിക്കേണ്ടതേ നമ്മുടെ മുന്നിലേക്ക് വരികയുള്ളൂ. നമുക്ക് താല്പര്യമുള്ള കണ്ടന്റ് നമ്മുടെ മുന്നിലേക്ക് വരുള്ളൂ എന്നുള്ളതാണ്. അല്ല, അതൊക്കെ എന്ന് പറഞ്ഞാലേ ഇത് എന്താ പറയണേ, ഇത് ഈ പ്രത്യേകിച്ച് മാധ്യമ ചർച്ചകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാദിക്കാം. പക്ഷെ കോടതിയിലൊക്കെ അത് കൊടുക്കാനുള്ളൊരു ധൈര്യം ഒരാൾക്കുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാണ്. ഇവിടെയാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അമ്മയെ കരിവാരത്തേക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അമ്മ എന്ന് തന്നെ വിളിക്കണമെന്ന് AMMA അല്ല, അത് അമ്മ തന്നെയാണെന്ന് വിശ്വസിക്കുകയും അമ്മയെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയുമാണ്. പക്ഷേ അമ്മയിൽ സ്ത്രീകളുടെ ലീഡർഷിപ്പ് വരണം. പ്രത്യേകിച്ച് ശ്വേതാ മേനോനെ പോലെ നാഷണൽ എക്സ്പോഷറുള്ള ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ അത് വളരെ പോസിറ്റീവായ സ്റ്റെപ്പായിരിക്കും. ചില കാര്യങ്ങളിൽ അപ്രോച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പം ഞാനൊക്കെ വിശ്വസിക്കുന്നത് സജി ചെറിയാൻ സാർ പറയുന്നത് പോലെ ഒരു സിനിമാ കോൺക്ലേവിലൂടെ വിഷയം മാറ്റണമെന്നായിരിക്കും. പാർവതി തിരുവോത്തൻ്റെ സുഹൃത്താണ്. പാർവതിയൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ് നിലപാടെടുത്ത് അങ്ങനെയല്ല, കോൺക്ലേവ് അല്ല, അതൊരു തരം വെള്ളപൂശലാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ രണ്ടാണെങ്കിലും അത് സൊല്യൂഷൻ സെൻട്രിക് ആകണമെന്ന് കരുതുന്നവരാണ്. ഒരുപക്ഷെ മാധുവിന് ഓർമ്മ കാണും, ഞാനും മാധുവൊക്കെ എത്രയോ തവണ ഹേമ കമ്മിറ്റിയുടെ പേരിൽ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അവസാനം ഞാൻ അടക്കം പറഞ്ഞ നിലപാടിലേക്കല്ലേ ഇൻഇഫക്റ്റ് അത് എത്തിച്ചേർന്നത്. അപ്പോൾ അപ്രോച്ചിൽ നമുക്ക് വ്യത്യാസം കാണും. പക്ഷേ ആത്യന്തികമായി എത്തേണ്ട ഒരു സ്ഥലമുണ്ട്. ഈ മാർട്ടിനോ അല്ലെങ്കിൽ മാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നവരോ അതിൻ്റെ ആശയപരിസരത്ത് എവിടെയുമില്ല. അവരൊരു ഫ്രിഞ്ച് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ മറ്റുമായി നിന്നതാണ്. ഇതാരെങ്കിലും ചെയ്യിച്ചാണോ എന്നറിയില്ല. വേറെ പേര് പറയാത്തൊരു കാര്യം പറയാം. 1 വർഷം മുമ്പ് മറ്റൊരു സമാനമായ പത്രത്തിലെ ഒരാളെ ശ്വേതാ മേനോന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ആ അറസ്റ്റ് ചെയ്ത ആളുടെ കൂടെ നിന്നിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. പിന്നീട് ഇപ്പോൾ അവരന്ന് പരസ്പരം ഉടക്കി, പിന്നീട് തിരിച്ചു വന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളി യൂട്യൂബിൽ ഒരു ചാനൽ നടത്തുന്നുണ്ട്. ശ്വേതാ മേനോനെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞ് ആ പ്രത്യേക യൂട്യൂബ് ചാനലിൻ്റെ പണ്ട് മുതലുള്ള ഒരു മാഗസീനാണ്, കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലായി കാണും. അല്ലെങ്കിൽ ആ മാഗസീൻ്റെയും ഇന്ന് യൂട്യൂബ് ചാനലിൻ്റെയും ഒക്കെ ഉടമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നങ്ങനെ പല രീതിയിലും പറയുന്നു. പക്ഷേ നേരത്തെ പ്രകാശ് ബാര സാർ പറഞ്ഞു ഒരു കാര്യം വളരെ കറക്റ്റാണ്. ഞാൻ സദാചാരത്തിലും എത്തിക്സും ഒക്കെ വേണമെന്ന് വാദിക്കുന്ന ഒരു വലതുപക്ഷവാദിയാണ്. പക്ഷേ ഒരു സദാചാര ഗുണ്ടായിസം ആംഗിളിലേക്ക് പോരുത്. അതൊരു തരം ടൂളായി എടുത്ത് ഏതെങ്കിലും സ്ത്രീയെ സെക്ഷലി വിമർശിക്കുന്ന രീതിയിലും മോശമാക്കുന്ന രീതിയിലും ആവരുത്. ഈ പരാതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കേട്ടാ അറിയാം. ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഏതൊരു മുജീബ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ആണ്. പുള്ളിക്ക് ഒരു ബേസിക് ഇതിൽ സെൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ സെന്റൻസിന്റെ കൺസ്ട്രക്ഷൻ ശരിയല്ല. ഒരു തരം നമ്മൾ അതായത് ഈ കോളേജുകളിൽ ഊമക്കത്ത് എഴുതുമല്ലോ, നമ്മൾ ഈ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് നിൽക്കുകയാണെങ്കിൽ ഒരു ഊമക്കത്ത് എഴുതി ചില ആൾക്കാരെ അപഹസിക്കാൻ വേണ്ടി നമ്മൾ ചില ക്യാമ്പയിനുകൾ ചെയ്യും. എന്നിട്ട് പറയും കണ്ടോ അവളെക്കുറിച്ച് പല ഇത്തരം കഥകളും ഉണ്ട് എന്ന് പറഞ്ഞ് ഒരാളെ താറടിക്കാൻ ശ്രമിക്കില്ലേ? ആ രീതിയിലും ആ ലെവലിലുമാണ് ചെയ്തത്. അവിടെയാണ് നേരത്തെ ശ്രീ നിഷാദ് അടക്കം പറഞ്ഞത് അല്ലെങ്കിൽ ആശാമേടം പറഞ്ഞത്. കോടതികൾ ഇത് നമ്മളെല്ലാം എന്തുകൊണ്ടാണ് സീരിയസ് ആയ ചർച്ചക്കെടുത്ത ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും നമ്മൾ ചർച്ച ചെയ്യൂല. കോടതികൾ അതിൻ്റെ പേരിലൊരു FIR രജിസ്റ്റർ ചെയ്യാൻ പറയുമ്പോൾ അത് കുറെ കൂടെ ഗൗരവമുള്ള ഒരു കാര്യമായി മാറുന്നു. നേരത്തെ മാധു പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ എന്നെ എന്നൊരു നാഷണൽ മീഡിയ വിളിച്ചിരുന്നു ഈ ചർച്ച. ഞാൻ പറഞ്ഞു നിങ്ങൾ പറ്റുമെങ്കിൽ എടുക്കരുത്. കാര്യം നാഷണൽ മീഡിയയിലൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയി വരില്ല. രണ്ടുപേരെയും ബാലൻസ് ചെയ്യാനായി 2 പക്ഷത്തും കാര്യങ്ങളുണ്ട്, എന്തോ മെറിറ്റ് ഉണ്ടെന്ന തെറ്റിദ്ധാരണ ഉണ്ടാവും. ഇത് അബ്സല്യൂട്ട്ലി ഫ്രിവലസ് ആയ ഇന്റൻഷൻ റോങ് ആയ വളരെ മാലിഫിസൻസ് ഉള്ള അല്ലെങ്കിൽ ബാഡ് ഇന്റൻഷൻ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ മാർട്ടിനെതിരെ നിയമ നടപടി വേണം. അല്ലെങ്കിൽ നാളെ ഇതേപോലെ പലരും ഈ ലൂപ്പ് ഹോൾ മിസ്യൂസ് ചെയ്യുകയും പല പരാതികളും വരികയും ചെയ്യും. ഹൈക്കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത് തൽക്കാലം ഈ ഘട്ടത്തിൽ ശ്രീ അരുൺ സാർ പറഞ്ഞ എന്റെ വാക്കുകൾ പറയുന്നില്ല എന്നാണ്. ഹൈക്കോടതി കുറച്ചുകൂടെ ശക്തമായ പരാമർശങ്ങൾ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ മജിസ്ട്രേറ്റിനെതിരെ ഒരു പരാമർശം പറയേണ്ടെന്ന് വിചാരിച്ചായിരിക്കും അങ്ങനെ വന്നത്.